ഗ്രേവി ആയിട്ടുള്ള കറിയാണ് ഉണ്ടാക്കുന്നത്. ഒരു പാൻ ചൂടാക്കാൻ വെച്ച് അതിലേക്ക് കറുകപ്പട്ട, കരയാമ്പൂ, ഏലക്കായ, കുരുമുളക് എല്ലാം ഇട്ട് നന്നായി വഴറ്റിയെടുക്കുക. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് മൂപ്പിച്ചതിന് ശേഷം അതിലേക്ക് 4 സവാള ചെറുതായി അരിഞ്ഞതിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. കറിവേപ്പില ചേർത്ത് കൊടുക്കുക. പച്ചമുളക് ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. നന്നായി വഴറ്റി കൊടുക്കുക. സവാള നന്നായി വഴറ്റി വന്നതിന് ശേഷം അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡർ, മല്ലിപ്പൊടി ഇട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. പൊടികളിലെല്ലാം പച്ചമണം മാറിയതിന് ശേഷം അതിലേക്ക് 2 തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം തീ സിമ്മിലിട്ട് മൂടി വെച്ച് നന്നായി വേവിക്കുക തക്കാളി. ഒരു മിക്സിയുടെ ജാറിലേക്ക് അരമുറി തേങ്ങ, കശുവണ്ടി, വെള്ളത്തിൽ കുതിർത്തി വെച്ച 10 കശുവണ്ടി, 2 കരയാമ്പൂ, 1 ടേബിൾ സ്പൂൺ ജീരകം, പെരുംജീരകം, പിന്നെ 2 ഏലക്കായ, 2 കഷ്ണം പട്ട ഇട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. വെള്ളം ചേർത്ത് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുക. തക്കാളി നന്നായി വെന്തതിന് ശേഷം ഇതിലേക്ക് അരച്ച് വെച്ച തേങ്ങയുടെ കൂട്ട് ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് മിക്സിയുടെ ജാറ് കഴുകി വെള്ളം ഒഴിച്ച് കൊടുക്കുക ആവശ്യത്തിന് ചാറിന്. അടച്ച് വെച്ച് വേവിക്കുക. നന്നായി വെന്ത് എണ്ണ തെളിഞ്ഞ് വന്നതിന് ശേഷം ആവശ്യത്തിന് മല്ലിയില ഇട്ട് കൊടുക്കുക. ഈ കറി പൊറോട്ടയ്ക്കും ചപ്പാത്തി, ദോശ, ചോറ് എല്ലാത്തിനും പറ്റിയ നല്ലൊരു ഗ്രേവി കറിയാണ്.